ഫിഫ വേൾഡ് കപ്പ് 2026 ദ മെഗാ മാമാങ്കം അങ്ങനെ തുടങ്ങായി. സോ കുറെ പേര് ഇപ്പോഴും Z5യുടെ സബ്സ്ക്രിപ്ഷൻ എൻ്റെ ഉണ്ട്, കുറെ OTT ബണ്ടിൽസിന്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, സുഖമായി കാണാൻ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാ മാനത്തോക്കി ഇരിക്കുകയുള്ളൂ. 799 എന്താ എണ്ണി കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കാണാം. അല്ലാതെ Z5 സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന ഇരിക്കുക തന്നെ ഉള്ളൂ. പിന്നെ Z5 ഒന്നും അത്യാവശ്യം ശരിക്കും ആരും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാറോ അത് കാണാറൊന്നുമില്ല. പിന്നെ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അവർ മാക്സിമം ഊറ്റാനേ നോക്കുള്ളൂ. നല്ല വൃത്തികെട്ട പരിപാടിയായി എന്തായാലും. ഞാനും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതായത് എൻ്റെ Z5യുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഞാൻ കാണാൻ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ എടുത്തു നോക്കുമ്പോ 3 മാസത്തേക്ക് 799 റുപ്യാണ്. വേറെ ഏത് OTT പ്ലാറ്റ്ഫോം എടുത്താലും കുഴപ്പമില്ല. Z5 എടുത്തു പറഞ്ഞപ്പോ തന്നെ ഫിഫ വേൾഡ് കപ്പ് കാണാനുള്ള മൂടേ പോയി. ഇനിയിപ്പോ വല്ല ചാനൽ കിട്ടുമോ നോക്കണം. സോ ഫുട്ബോള് പറയുമ്പോൾ മലയാളികൾക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഗെയിം. അത് ഈ പുറത്തിറങ്ങി റോട്ടിൽ നോക്കിയാൽ മതി, ഫ്ലെക്സിന്റെ അതിപ്രസരമാണ്. ഇറ്റ്സ് എൻ ഇമോഷൻ. പലർക്കും രണ്ട് അഭിപ്രായം ഉണ്ടാവും. ചിലർക്ക് ഇതൊക്കെ എന്ത് പ്രാന്ത്, പൈസയുടെ ഓരോ കഴപ്പ്. എന്നാൽ എനിക്ക് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഫുട്ബോൾ എന്താണെന്ന് അറിയാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. അത് മാറ്റിക്കൊടുക്കാനൊന്നും നേരില്ല. സോ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള ഡേയ്സ് ആണ്. ഒരു സമയത്ത് IPL ഭയങ്കര എന്റർടൈൻമെന്റ് തന്നിട്ട് പോയപ്പോ ഇനി എന്ത് കാണും അങ്ങനെ ഒരു തോട്ടിലായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് വന്നത്. സോ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അവരവരുടെ ഫേവറേറ്റ് ടീംസ് ഉണ്ടാവും. നോമിന് അന്നും ഇന്നും എന്നും അണ്ണൻ ഉയിർ. ലെറ്റ്സ് ഗോ പോർച്ചുഗൽ. നമ്മൾ എന്നും അണ്ണന്റെ ശിഷ്യനാണെന്നോ. സോ അണ്ണൻ ഏത് ടീമിലാണെങ്കിൽ ആ ടീമിനെ സപ്പോർട്ട് ചെയ്ത് പോണ ആളാണ് ഞാൻ പറഞ്ഞ ക്ലബിന്റെ കാര്യത്തിൽ അൽ നാസറിന്റെ കളി വരെ ഞാൻ ലൈവ് ഇരുന്ന് കാണാം. അപ്പൊ ആലോചിച്ച് നോക്കി എത്ര ഡൈഹാർട്ട് ഫാനാണ്. സോ അൽ നാസറിന്റെ കളി എടുത്തു പറയാനുള്ള കാരണം ഇത്രയും ബോറിംഗ് ഫുട്ബോൾ കളിക്കുന്ന വേറൊരു ടീമില്ല. ഭയങ്കര ബോറിംഗ് ആണ് അവര് ഫുട്ബോള്. കണ്ടവർക്ക് അറിയാം. പക്ഷെ കമ്പയറിംഗ് ടു ഫസ്റ്റ് റൊണാൾഡോ പോയ സമയത്തുള്ള കളിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ പിന്നെ എന്തൊക്കെയോ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ പോർച്ചുഗൽ ഏത് ടീമിനെ വേണമെങ്കിൽ അടിക്കാൻ കഴിവുള്ള ഒരു ടീമാണ്. ഹ്യൂജ് ടാലന്റ് ഉണ്ട് അവർക്ക്. എന്നാൽ ആ ടാലന്റ് അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടീം വന്നോ ആ ടീമിനൊക്കെ അടിച്ച് സുഖമായി കപ്പെടുക്കുക. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കോർഡിനേഷൻ വേണം. അതാണ് ഇത്രയും കാലം അവര് ലാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ലുക്ക് അറ്റ് പോർച്ചുഗൽസ് മിഡ്ഫീൽഡ്. ജാവോ നെവസ്, വിറ്റീന, ബ്രൂണോ, ബെർണാഡോ സിൽവ, അത്രയും ടാലന്റ് ആണ്, ഇമ്മൻസ് ടാലന്റ് ആണ് അവർക്കുള്ളത്. അത് അവര് പ്രോപ്പറായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ണൻ ഇത്തവണ കപ്പ് തൂക്കും. അതേപോലത്തെ എനിക്കൊരു അടിപൊളി ടോപ്പ് 4 ടീംസ് ആയി തോന്നിയിട്ടുള്ള ഒന്ന് ഡെഫിനറ്റ്ലി പോർച്ചുഗൽ, സ്പെയിൻ. ഇതേപോലെ തന്നെ ക്വാളിറ്റി മിഡ്ഫീൽഡ് ഉള്ള ഒരു ടീമാണ് സ്പെയിൻ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്. ഈ 4 ടീമാണ് എനിക്ക് ഇത്തവണത്തെ ഏറ്റവും ബെസ്റ്റ് ടീംസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. വെൻ ഇറ്റ് കംസ് ടു ഫിഫ വേൾഡ് കപ്പ് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ടീം അർജന്റീനയും ബ്രസീലാണ്. ആൻഡ് അവരുടെ ടീം മറന്നുപോയതൊന്നല്ല പറയാൻ. അർജന്റീനയുടെ കേസ് പറയുമ്പോൾ 2022 വേൾഡ് കപ്പ് അവർ ജയിച്ചു. ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ കിട്ടിയതല്ലേ, ഇങ്ങനെ കിട്ടിയതല്ലേ, മെസ്സിക്ക് ഒരു കപ്പ് പദ്ധതി, അങ്ങനെയൊക്കെ കുറെ പേര് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ കഷ്ടപ്പെട്ട് കളിച്ച് നേടി തന്നെയാണ്. സോ 2022 വേൾഡ് കപ്പ് അവർ അടിച്ചത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അർജന്റീന ഇതുവരെ ഒരു വലിയൊരു ടീമായിട്ടുള്ള ഒരു കളിയോ അല്ലെങ്കിൽ ഒരു ബിഗ് ടൂർണമെന്റിന്റെ പാട്ടോ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവരാകെ ബ്രസീലായിട്ട് ഒരു ഫ്രണ്ട്ലി കളിച്ചിട്ടുണ്ട്. അതാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു ബിഗ് ടീമായിട്ട് ഒരു മാച്ച് വന്നിരിക്കുകയാണ്. ആൻഡ് അന്തക്കാലത്തിലെ ബ്രസീൽ ഒന്നും അല്ല ഇപ്പോഴത്തെ ബ്രസീൽ. മറ്റേ ഇവരായിട്ട് സ്പെയിനായിട്ടൊരു കളി ഉണ്ട് പറഞ്ഞു, അത് നടന്നില്ല. അപ്പൊ അർജന്റീനയുടെ നിലവാരം എത്രത്തോളം ഉണ്ട്, ഏത് പ്ലെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലാണെന്നൊക്കെ ബിഗ് മാച്ചസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിഗ് ടൂർണമെന്റ് വരുമ്പോഴേ അറിയുള്ളൂ. ആൻഡ് ബ്രസീൽ പണ്ടത്തെ ബ്രസീലിന്റെ 10-1 പോലും ഇപ്പൊ ഇല്ല. ബ്രസീൽ അണ്ടർ കാർലോസ് ആൻസലോട്ടി ഈസ് എ ത്രെറ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും അതൊരു ത്രെറ്റ് അല്ല. സോ ബ്രസീലിന്റെ സ്ക്വാഡ് നോക്കുകയാണെന്ന് വെച്ചാൽ ക്ലബ് ലെവലിൽ തീപ്പൊരി കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. വെൻ ഇറ്റ് കംസ് ടു നാഷണൽ ടീം അവരുടെ പെർഫോമൻസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ആൻഡ് ഇഞ്ചുറി ക്രൈസിസ് വേറെ ഉണ്ട്. ഇപ്പോഴും ഡാനിയലോനെയും അതേപോലെ തന്നെ അലക്സാണ്ടറിനെയും ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ബാക്കാണ്. ഞാനൊക്കെ അന്ന് കോച്ച് മാറിയ സമയത്ത് ഈ 2 പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിരിക്കുന്ന ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. പറഞ്ഞിട്ട് കാര്യമില്ല. സോ നെയ്മറിനെ എങ്ങനെ ഇവർ യൂസ് ചെയ്യും, ഏത് പൊസിഷനിൽ കളിപ്പിക്കും, അതൊക്കെയാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ആൻഡ് ഈസി റിയലി ഫിറ്റ് ഫോർ ദ വേൾഡ് കപ്പ്, അത് അടുത്തൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ ബ്രസീലൊക്കെ
പ്രൂവ് ചെയ്യണം ദാറ്റ് വി ആർ എ ത്രെറ്റ്. പേപ്പറിൽ പോലും എനിക്ക് ബ്രസീലും അതേപോലെ തന്നെ അർജന്റീനയും അത്ര ത്രെറ്റനിങ് സ്ക്വാഡ് ആയിട്ട് തോന്നിയില്ല. സോ പോർച്ചുഗലും 2 ഫ്രണ്ട്ലീസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ചിലെക്കെതിരെയും 2 നൈജീരിയക്കെതിരെയും. സോ നമ്മള് ചിലയുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അന്ന് എല്ലാ പ്ലേയേഴ്സും ഇല്ല. ജാവോ നെവസും അതേപോലെ തന്നെ വിച്ചീനിയും അതേപോലെ തന്നെ നമ്മുടെ നൂണോ മെൻഡീസും ഒന്നും അന്ന് കളിച്ചിട്ടില്ല. അവർ കപ്പടിച്ച് വരുന്നോ അവർക്ക് റെസ്റ്റ് കൊടുത്തു. ആൻഡ് ലാറ്റിൻ അമേരിക്കൻ ടീംസിന്റെ ഫുട്ബോൾ കളി നോമിന് അത്ര ഇഷ്ടമല്ല. എനിക്ക് അത്ര ഇഷ്ടമുള്ള പരിപാടിയില്ല. അങ്ങനെ ക്വാളിറ്റി ഫുട്ബോൾ ഒന്നും പലപ്പോഴും തോന്നിയില്ല. അടി പിടി വക്കാളത്തിലായിരിക്കും അവസാനം നിൽക്കുക. അന്നും അതന്നെ ഉണ്ടായത്. 45ാമത്തെ മിനിറ്റ് ആയപ്പോ ചവിട്ടും കുത്തൊക്കെ ആയി. പോർച്ചുഗലിന് ഇത്തവണ കപ്പ് അടിക്കണം വെച്ചാൽ യു കാൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാക്കിയ മണ്ണാണ്, അവൻ ഉണ്ടാക്കിയ മണ്ണിലാണ് നിങ്ങൾ ഇന്ന് കളിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയും. കറക്റ്റ് തന്നെയാണ്. കാരണം പോർച്ചുഗൽ ബിഫോർ ക്രിസ്ത്യാനോ ആൻഡ് ആഫ്റ്റർ ക്രിസ്ത്യാനോ 1 ഡിഫറൻസ് ആണ്. ആടും തിമിങ്കലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്നാൽ ബ്രസീലോ അർജന്റീന അവര് മുമ്പും കപ്പടിച്ചിട്ടുണ്ട്. ഇത് പുതിയ കാര്യമൊന്നല്ല. എന്നാ പോർച്ചുഗലിന് ട്രോഫി പോലും ഇല്ലാത്ത സമയത്ത് നാഷൻസ് ലീഗ് ആയാലും യൂറോ കപ്പ് ആയാലും എല്ലാം എടുത്തു കൊടുത്ത അണ്ണനാണ്. ചിലവർക്ക് നാഷൻസ് ലീഗ് ഒക്കെ ഫ്രണ്ട്ലി ടൂർണമെന്റ് ആണ്. അതിപ്പോ നമ്മൾ പറയില്ല കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നത്, അതിവിടെ അത് അണ്ണനാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇത്രയും ഒരു ഫാൻ ബേസ് പോർച്ചുഗലിൽ ഉണ്ടാവാൻ കാരണം അണ്ണനാണ്. ആൻഡ് നമ്മൾ ഈ അണ്ണൻ ഇടയ്ക്ക് പറയുമ്പോൾ അത് ഇവിടുന്നാണ് പറയുന്നത്. ബിക്കോസ് ക്രിസ്ത്യാനോ ഇസ് എ പാർട്ട് ഓഫ് ഫാമിലി. നമ്മുടെ എല്ലാവരെയും ഞങ്ങൾ ഫാൻസിന്റെ ഒരു ഫാമിലി മെമ്പറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ അണ്ണൻ എന്ന് വിളിക്കുന്നത്. അത്രയും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ അങ്ങേർക്ക് പറ്റിയിട്ടുണ്ട്. ഫുട്ബോൾ ഫീൽഡിൽ മാത്രമല്ല, ഏത് ഫീൽഡ് വേണമെങ്കിൽ സ്പോർട്സ് എടുത്ത് നോക്കിയോ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഫാൻസ് ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ആൻഡ് അവർ അത്രയും ഐഡിയലൈസ് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോനെ. അത്രയും ഒരു ഇൻഫ്ലുവൻസ് ഇങ്ങേർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ അങ്ങേരെ പ്രായം ഇന്ന് 41 വയസ്സാണ്. 16, 18, 20 പ്രൈം വേർഷനിൽ കളിച്ചിട്ടുണ്ടായിരുന്ന റൊണാൾഡോ അല്ല. റൊണാൾഡോനെ 90 മിനിറ്റ് വരെ കളിപ്പിക്കുമോ എന്നുള്ള കാര്യം തന്നെ ഡൗട്ടാണ്. ചിലപ്പോൾ അണ്ണൻ ഫസ്റ്റ് ഹാഫിൽ വരാം, ചിലപ്പോൾ അണ്ണൻ സെക്കൻഡ് ഹാഫിൽ വരാം, നമുക്കറിയില്ല. എന്നാ ഇപ്പോഴും ഹാഫ് ചാൻസസ് കിട്ടിയാൽ അത് ഗോളാക്കാൻ ആ ബോക്സിനുള്ള അണ്ണനെ കൊണ്ട് പറ്റും. ഈ ഫ്രണ്ട്ലീസിന്റെ കാര്യമൊന്നും അടുത്ത് എടുക്കണ്ട, ഞാൻ പറയാം. കൂടുതൽ എനിക്ക് തോന്നുന്നത് കളി ബ്രൂണോ ഫെർണാണ്ടസിന് ചുറ്റുമായിരിക്കണം. ബ്രൂണോ ഫെർണാണ്ടസിനെ കൊണ്ട് എന്തും പറ്റും. നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ബ്രൂണോ ഫെർണാണ്ടസിന്റെ വേർഷൻ കണ്ടിട്ടുള്ളതാണ്. ആ വേർഷന്റെ കംപ്ലീറ്റ് ആയിട്ട് അണ്ണൻ പോർച്ചുഗലിൽ എടുത്തിട്ടില്ല. ബ്രൂണോ ഒരിക്കലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുള്ള അതേ പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പോർച്ചുഗലിന് വേണ്ടി കളിക്കുമ്പോൾ. എന്നാൽ ബ്രൂണോനെ ചുറ്റും കളി മെനഞ്ഞ് ബ്രൂണോന് ഒരു പീക്ക് വേർഷൻ പുറത്തെടുക്കാൻ പറ്റി കഴിഞ്ഞു വെച്ചാൽ ഏത് ടീമിന് വേണമെങ്കിൽ തൂക്കാൻ പറ്റും. അത്രയും ഒരു ടാലന്റഡ് പ്ലെയർ ആണ് ബ്രൂണോ. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരു പ്ലെയർ ആണ്. ആൻഡ് ഇപ്പോഴത്തെ പോർച്ചുഗൽ സ്ക്വാഡിന്റെ ഒരു വൈബേ ഡിഫറെന്റ് ആണ്. നമ്മൾ മറ്റേ സാന്റോസ് ഒക്കെ ഉള്ള സമയത്ത് ഒരു നെഗറ്റീവ് വൈബാണ് ഇവരുടെ ക്യാമ്പിന്റെ ഈ ഇമേജസ് കാണുമ്പോൾ, അവരുടെ ട്രെയിനിങ് സെഷൻ കാണുമ്പോഴും. എന്നാ റോബർട്ടോ മാർട്ടിനസ് ആ ഒരു വൈബ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് റോബർട്ടോ മാർട്ടിനസിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. ഇപ്പൊ എല്ലാവരും പറയും പോർച്ചുഗലിനെ ഗോൾഡൻ ജനറേഷനെ കൊണ്ട് പോർച്ചുഗൽ അല്ല, മറ്റേ നമ്മുടെ ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷനെ കൊണ്ട് തൊലച്ച മനുഷ്യനാണ്. മേ ബി തൊലച്ചിട്ടുണ്ടാവും. എന്നാ ഇങ്ങേക്ക് എത്ര പഴി കിട്ടുന്നുണ്ടോ അതേ പഴി ലുക്കാക്കുവിനും കിട്ടണം. കാരണം ഇമ്പോർട്ടന്റ് മാച്ചസിൽ ലുക്കാക്കു മിസ്സാക്കിയ ചാൻസസ് പോലെ ലോകത്ത് ഒരാൾ മിസ്സാക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ മാത്രം കുറ്റം വേണ്ട കാര്യമില്ല. ആൻഡ് വെൻ വി ടേക്ക് എ ലുക്ക് അറ്റ് ബെൽജിയത്തിന് ഒരു കോർഡിനേഷനും ഇല്ല. കോട്ടോന്റെ ഡിബ്രോയിനെ പറ്റില്ല. ഇന്റേണൽ കോൺഫ്ലിക്ട് ഇഷ്ടം പോലെയാണ്. സോ അവരുടെ കുഴി അവര് തന്നെ വെട്ടിയതാണ്. റോബർട്ടോ മാർട്ടിനസ് വന്ന ശേഷം ടാക്ടിക്സ് കൂടി, കിഡു ടാക്ടിക്സ് ആണ് അങ്ങേര് എടുക്കണം, അങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷെ ഒരു പോസിറ്റീവ് വൈബ് ആ ഒരു ക്യാമ്പിൽ ഉണ്ടാക്കാൻ അങ്ങനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഹീസ് 10 times better than സാന്റോസ് ഒരു കഴിവില്ലാത്തൊരു മനുഷ്യനാണ്. 2022 വേൾഡ് കപ്പ് പറയുമ്പോൾ പലർക്കും അർജന്റീന കപ്പെടുത്ത ഒരു മെമ്മറി ആയിരിക്കും. എന്നാൽ നമുക്ക് അണ്ണൻ ടണലിലൂടെ കരഞ്ഞിട്ട് പോണ ഒരു മെമ്മറിയാണ്. ഇപ്പോഴും അതാണ്. അണ്ണൻ കരഞ്ഞാൽ നമ്മളും കരയും. അത് വല്ലാത്തൊരു ഹോണ്ടഡ് പാസ്റ്റ് ആണ്. 2022 വേൾഡ് കപ്പിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ അതാണ് വരുന്നത് മനസ്സിൽ. അപ്പൊ അവിടുന്ന് അങ്ങട് ആ ഒരു വൈബ് ആ സ്ക്വാഡിൽ കൊണ്ടുവരാൻ റോബർട്ടോ മാർട്ടിനസ് പറ്റിയിട്ടുണ്ട്. അങ്ങേർക്ക് അറിയില്ല, മിക്കവാറും അങ്ങേരെ ഫോർമേഷൻ 3 ബാക്ക്. എന്നാൽ ഫ്രണ്ട്ലീസിൽ എനിക്ക് തോന്നുന്നു 4-2-3-1 ആ ഫോർമേഷനിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. റൊണാൾഡോനെ ഒരു സിംഗിൾ ഫോർവേഡ് ആയിട്ട് കളിപ്പിക്കുന്നത് എത്രത്തോളം പ്രാക്ടിക്കലി നല്ല കാര്യമാണെന്ന് എനിക്ക് അറിയില്ല. ഇന്നലത്തെ കളി തന്നെ നോക്കിയാൽ മതി. അണ്ണൻ കുറെ ചാൻസ് മിസ്സാക്കിയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല.
പക്ഷെ മാക്സിമം 4-3-3 കളിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഇവൻ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ലോഡ് ചാൻസ് ഇന്നലെ അണ്ണൻ മിസ്സാക്കിയിട്ടുണ്ട്. ഓപ്പൺ ചാൻസ്, ഒരു പാത്രത്തിൽ എന്നാ പിടിച്ചോ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടേ കൊടുക്കുന്ന ചാൻസസ് വരെ അണ്ണൻ ഇന്നലെ മിസ്സാക്കിയിട്ടുണ്ട്. ഇല്ല എന്നൊന്നും പറയില്ല. ഫുട്ബോൾ ആണ്, ബാഡ് ഡേയ്സ് ഉണ്ടാവും. അറ്റ് ദ എൻഡ് ഓഫ് ദി ജസ്റ്റ് എ ഫ്രണ്ട്ലി ടൂർണമെന്റ് തുടങ്ങിയിട്ടൊന്നുമില്ല. ഒന്ന് നോക്കുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം യു ക്യാൻ സീ എ ബെറ്റർ വേർഷൻ ഓഫ് ക്രിസ്ത്യാനോ ഇൻ ദ ടൂർണമെന്റ്. ടൂർണമെന്റ് തുടങ്ങുമ്പോൾ അണ്ണന്റെ വേറൊരു വേർഷൻ എന്തായാലും കാണാൻ പറ്റും. ആൻഡ് ഇന്നലത്തെ കളിയിൽ കുറെ പോസിറ്റീവ്സ് ഉണ്ട്. ചില ആയിട്ടുള്ള കളി വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ കളി നല്ല രസമായിരുന്നു. മറ്റേ നമ്മുടെ ഫുൾ ബാക്സ് ഒക്കെ നല്ല റൺ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവര് നന്നായി കയറി കളിക്കുന്നുണ്ട്, നല്ല ബോൾസ് കൊടുക്കുന്നുണ്ട്. പ്രശ്നം മൊത്തം എനിക്ക് തോന്നിയത് ഡിഫൻസിലാണ്. ഇന്നലെ നൈജീരിയയുടെ ആ ഒരു ഗോള് വന്നത് തന്നെ കണ്ടാൽ മതി. അവരുടെ ഗോൾ കീപ്പറിന്റെ കിടു കിക്ക് ആയതുകൊണ്ടൊന്നും അല്ല അത് ഗോളായത് പോയിട്ട്. അവരുടെ ഗോൾ കീപ്പറിന്റെ അത് ലൂസ് കിക്ക് തന്നെയായിരുന്നു. എന്നാ ആ ബോൾ കളക്ട് ചെയ്യാൻ നൈജീരിയൻ പ്ലേയേഴ്സ് അവിടെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 ഡിഫൻഡേഴ്സ് എന്താണ്. ആൻഡ് ദാറ്റ് ഗൈ എന്താണ് ഇനാസിയോയാ, ആള് ഫിസിക്കലി 1 വീക്കാണ്. ഇവര് നൈജീരിയൻ പ്ലേയേഴ്സ് ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആണ്. അവരുടെ ഒപ്പം ഒന്നും ബാറ്റിൽ ചെയ്യാൻ ആൾക്ക് പറ്റില്ല. ഡാലോട്ട് സിമ്പിളായി ബീറ്റനായി, ഇനാസിയോ സിമ്പിളായി ബീറ്റനായി. ആൻഡ് ദാറ്റ് ഗൈ നേരെ പോയിട്ട് നാട്ടയുടെ ഇടയിൽ കൂടെ അടിച്ച് ഗോളാക്കി. എനിക്ക് ഇപ്പോഴും സംശയം പോർച്ചുഗലിന്റെ ഡിഫൻസ് ആണ്. പോർച്ചുഗലിന്റെ ഡിഫൻസ് ഡെഫിനറ്റ്ലി വീക്ക്. മറ്റൊരു ചെറുക്കനില്ലേ എന്താണ് സ്പേഴ്സിന് വേണ്ടി കളിക്കുന്നത്, ടോട്ടൻഹാം ഹോട്ട്സ്പറിന്, ജാവോ പാളീനിയ, ആ ചെറുക്കനൊന്നും ടീമിൽ എടുത്തില്ല. ദാറ്റ് ഗൈസ് എൻ അഗ്രസീവ് DMF. പോയിട്ട് ഫൗൾ ഇടും, അതൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷേ ആള് വൺ ഓഫ് ദ ബെസ്റ്റാ. അതായത് ഇവരുടെ ടീമിലുള്ള DMFനെ വെച്ചുമ്പോൾ ഹീസ് ദ ബെസ്റ്റ്. ആള് ഒരു നല്ലൊരു അഡീഷൻ ആയ സ്ക്വാഡിനോ. എന്തിനാ ആളെ എടുക്കാതിരുന്നതെന്നൊന്നും എനിക്കല്ല. മേ ബി ആളുടെ അഗ്രസീവ്നെസ് കൂടിയോണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ നോക്ക്, സെന്ററിൽ അവിടെ ഒരു ഓട്ട. പിന്നെ ഇന്നലെ സെക്കൻഡ് ഹാഫില് ഇവരൊക്കെ സബ് ചെയ്ത് മാറ്റിയിട്ട് വേറെ പ്ലേയേഴ്സ് വരുമ്പോ യൂഷ്വൽ പോർച്ചുഗലിന്റെ കളി തന്നെയായി. യൂഷ്വൽ പോർച്ചുഗലിന്റെ കളി ദാറ്റ് വെരി ബോറിംഗ്, എസ്പെഷ്യലി സാന്റോസ് ഉള്ളപ്പോ. കണ്ടവർക്ക് അറിയുണ്ടാവും. ഇപ്പൊ ഞാനൊക്കെ പോർച്ചുഗലിന്റെ കളി കാണാനിരിക്കുമ്പോ വീട്ടിലുള്ളവരും കൂടെ വന്നിരിക്കാറുണ്ട്. അവര് പറയുന്നത് അപ്പുറത്തെ ടീം ഇതിൽ നന്നായി കളിക്കുന്നതാണ്. കാരണം ഇവര് ഭയങ്കര ബോറിംഗ് ഫുട്ബോൾ ആയിരുന്നു അണ്ടർ സാന്റോസ്. അതായത് ക്വിക്ക് മൂവ്മെന്റ് ഇല്ല, ഒരു മറ്റേ ഇവർക്ക് വീണ്ടും ബോൾ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ അവർക്ക് അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് ഇല്ല. കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഒരാൾ പോണുണ്ടാവും, പിന്നെ നോക്കുമ്പോൾ ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദേ വിൽ ജസ്റ്റ് ലൂസ് ദ ബോൾ. എന്നാൽ ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ അടിപൊളിയായിരുന്നു. മിഡ്ഫീൽഡ് വളരെ നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ട് ചാൻസസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈവൻ റൊണാൾഡോ ഇറങ്ങി വരുന്ന സമയത്ത് ആള് 2-3 ഡിഫൻഡേഴ്സിനെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ആള് ത്രൂ പാസസ് കൊടുക്കുന്നുണ്ട്, അടിപൊളി ബോൾസ്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല പലപ്പോഴും. മറ്റേ പെഡ്രോ നെറ്റോ ഉണ്ട് ഇന്നലെ ഗോൾ അടിച്ചത്. ദാറ്റ് വാസ് എ നൈസ് ഗോൾ. എന്നാൽ പെഡ്രോ നെറ്റോന്റെ ത്രൂ ഔട്ട് ദ സീസൺ കണ്ടു കഴിഞ്ഞ ഒരു മിസ്റ്റേക്ക് ആണ്, ആള് വരും, ആള് ബോൾ കൊണ്ടും കട്ടിങ് ചെയ്ത് ഉള്ളിൽ കയറാൻ നോക്കും, അവിടുന്ന് ബോൾ മിസ്സാവും. ത്രൂ ഔട്ട് ദ സീസൺ പെഡ്രോ നെറ്റോ ഇത് തന്നെയായിരുന്നു പ്രശ്നം. ഇന്നലത്തെ കളി ഇഷ്ടം പോലെ വട്ടത് കണ്ടു. ആൻഡ് ഡാലോട്ട് ഒരു അസിസ്റ്റ് കൊടുത്തു എന്നുള്ളതൊക്കെ ശരിയാണ്. ആൻഡ് നല്ല റൺസും ആൾ എടുക്കുന്നുണ്ട്. റൺസ് പറഞ്ഞാൽ ഓടി കയറുന്നുണ്ട്. ക്രിക്കറ്റാണ് പറഞ്ഞു പറയണ്ട. പക്ഷെ ഡാലോട്ടിന്റെ മറ്റേ ക്രോസസ് ഒന്നും അക്യുറേറ്റ് അല്ല. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഡാലോട്ട് എത്രയോ മിസ് പാസ് കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തെ ഗോൾ വീഴാനുള്ള കാരണം ഡാലോട്ടാണ്. മറ്റേ നെൽസൺ സെമഡോ നന്നായിട്ട് തന്നെ ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബ്രൂണോ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഇവരൊക്കെ സബ് ചെയ്ത് മാറ്റി. ഇപ്പൊ കളി സ്ലോ ആയി. ഇവരെ വീണ്ടും മറ്റേ ബാക്ക് പാസ് പരിപാടി തന്നെ ആയി. പക്ഷെ നൈജീരിയ വളരെ ലൂസായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പല ബോളും ക്ലിയർ ചെയ്യാൻ നോക്കുന്നു, അതൊന്നും പ്രോപ്പർ ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാൻ നേരെ മറ്റേ ഓപ്പോസിറ്റ് ടീം പോർച്ചുഗലിന് ബോൾ കിട്ടുന്നു. അങ്ങനെ അവർ അറ്റാക്കിന് പോകുന്നു. അത് തന്നെയാണ് ഇന്നലെ ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് അപ് ടു 60 മിനിറ്റ്സ് എന്തോ ഞാൻ കണ്ടുള്ളൂ. അണ്ണനെ സബ് ചെയ്തപ്പോ ഞാൻ TV ഓഫ് ആക്കിയിട്ട് പോയി. അണ്ണനെ വിട്ടിട്ട് നമുക്ക് കളിയില്ല, അത് വേറെ കാര്യം. ഇന്നലെ ജാവോ ഫെലിക്സിന് സിമ്പിൾ ആയിട്ട് ഗോളാണ്. എനിക്കും ജാവോ ഫെലിക്സിന് ദാറ്റ്സ് ആക്ച്വലി ഗോൾ. അത് മറ്റേ ബാറ് തട്ടിയിട്ട് നേരെ ഉള്ളിലാണ് പോയിരിക്കുന്നത്. എന്നാൽ അത് ഗോളല്ല എന്ന് പറഞ്ഞു. ഇത്രയും ഭാഗ്യം കെട്ടൊരു പ്ലെയർ. ടു മീ പേഴ്സണലി പോർച്ചുഗൽ കപ്പടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് ഇന്നലത്തെ കളിയെ പറ്റിയിട്ടൊക്കെ അണ്ണനെ കുറ്റം പറയുന്നവരടുത്ത് എംബാപ്പെ നോർത്തേൺ അയർലൻഡിനൊപ്പം കളിച്ച കളി നോക്ക്. ഹീസ് അറ്റ് ഹിസ് പ്രൈം. എന്നിട്ട് എംബാപ്പയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എംബാപ്പെ എത്രയോ ചാൻസസ് മിസ്സാക്കി. സോ ഫുട്ബോൾ പറയുമ്പോൾ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അല്ലാതെ ഇന്ന ദിവസം ഇന്നതേ നടക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എ മാറ്റർ ഓഫ് ബാഡ് ഡേ, ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. മെസ്സി മിസ്സാക്കിയില്ല ഒരു ഓപ്പൺ ചാൻസ്, അത്രേ ഉള്ളൂ. ഇത് പിന്നെ ഫ്രണ്ട്ലി ആണ്, അല്ലാതെ ഒരിക്കലും വലിയൊരു ടൂർണമെന്റ് പറയുന്ന സാധനം തുടങ്ങിയിട്ടില്ല. എന്നിട്ട് എല്ലാവരും അണ്ണനെ പെട്ടി അതൊക്കെ നമ്മളും കാണുന്നൊക്കെ ഉണ്ട്.
എടാ അങ്ങേർക്ക് 41 വയസ്സായി, അണ്ണനെ കൊണ്ട് അത്ര പറ്റുള്ളൂ. ഇല്ലാതെ അങ്ങേർക്ക് ഉസൈൻ ബോൾട്ടിനെ പോലെ ഓടിയിട്ടൊന്നും പറ്റില്ല. സ്റ്റിൽ ഞാൻ പറയുന്നു ദിസ് ഗായ് ഇസ് ലീത്തൽ. ആ ബോക്സിന്റെ ഉള്ളിൽ ദിസ് ഗായ് ഇസ് വെരി ഡേഞ്ചറസ് ആൻഡ് ലീത്തൽ. അങ്ങേർക്ക് ട്രിബിൾ ചെയ്യാൻ അറിയില്ല. ആയ കാലത്തൊന്നും അണ്ണൻ ചെയ്ത പോലെ ഒരുത്തനും ചെയ്തിട്ടില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേർഷൻ ഓഫ് റൊണാൾഡോ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അതേപോലെ തന്നെ ഒരുത്തനും കാണിച്ചിട്ടില്ല, ഒരുത്തനും ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും പോണില്ല. റൊണാൾഡോ അന്തക്കാലത്ത് ഇന്തക്കാലത്ത് ഞാൻ പറയില്ല. ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് യുവന്റസ് വേർഷൻ ഓഫ് റൊണാൾഡോ. റൊണാൾഡോന്റെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് യുവന്റസ്. പലരും പറയുന്ന യുവന്റസിൽ പോയി കപ്പടിക്കാം, പോയി കപ്പ് കിട്ടിയില്ല എന്നൊക്കെ. സീരിയെ മറ്റേ ഇറ്റാലിയൻ ലീഗ് പാത്തുണ്ട് വെച്ച് ഇങ്ങനത്തെ വർത്താനം പറയില്ല. ഈ യുവന്റസിന്റെ സ്ക്വാഡ് പറയുന്ന സമയത്ത് ആ ടൈമില് റൊണാൾഡോ ഉണ്ടായിരുന്നു, ഹിഗ്വെയിൻ ഉണ്ടായിരുന്നു, ഡിബാല ഉണ്ടായിരുന്നു. ഈ 3 പേരെ ഒരുമിച്ച് കളിപ്പിക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യം. ആൻഡ് യുവന്റസിൽ വന്നിട്ട് മിഡ്ഫീൽഡ് പൂറായിരുന്നു, വൻ പൂറായിരുന്നു, ഒട്ടും ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത മിഡ്ഫീൽഡ് ആയിരുന്നു. ബെർണാഡ് ആഷിയൊക്കെ ആയിരുന്നു വിങ്ങേഴ്സ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും കണ്ടിട്ട് റൊണാൾഡോന്റെ റണ്ണിനനുസരിച്ച്, റൊണാൾഡോ ഓടിക്കയറിനനുസരിച്ച് ഇവർ ബോൾ കൊടുക്കില്ല. എന്നാൽ റൊണാൾഡോ ഒരു 5-6 പേരായിട്ട് സറൗണ്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് ഇവർ ബോൾ കൊടുക്കും, ബോൾ മിസ് ആവും. ആരെ പറഞ്ഞിട്ട് കാര്യം. ആൻഡ് ഇവര് DMF ആയിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാഴ്സലോണ ആർത്തറിന് DMF ആയിട്ടാണ് ഇവർ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ടീമിൽ സകലമായ എണ്ണത്തിനും ഗോൾ അടിക്കണം. കുഡ്രാഡോന് ഗോൾ അടിക്കണം, ബൊണൂച്ചിക്ക് ഗോൾ അടിക്കണം, കെല്ലിനിക്ക് ഗോൾ അടിക്കണം, ഇവൻ ഗോൾ കീപ്പറിന് വരെ ഗോൾ അടിക്കണം. ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട് ദിസ് ഗായ് ഓൾമോസ്റ്റ് സ്കോർഡ് 100 ഗോൾസ്. അപ്പൊ പറയും പെനാൾട്ടി അല്ല അടിച്ചിരിക്കുന്ന കൂടുതലെന്ന്. 2022 വേൾഡ് കപ്പില് അർജന്റീനക്ക് എത്രയാണ് പെനാൾട്ടി കിട്ടിയത്? പെനാൾട്ടി ഒന്നുകൊണ്ട് മാത്രമല്ല അർജന്റീന ജയിച്ചത് തന്നെ. സ്കോറിംഗ് പെനാൾട്ടി ഈസ് നെവർ ആൻ ഈസി ടാസ്ക്. അതൊരു ഈസി ടാസ്ക് അല്ല, ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നിങ്ങളുടെ ആളെന്നല്ലേ ഒരു പെനാൾട്ടി മാഴ്സിലോട്ട് അടിച്ചു പറഞ്ഞിട്ടല്ലേ വിരമിച്ചു പോയിണ്ടായിരുന്നത്. ഒരിക്കലും റൊണാൾഡോ എത്ര ക്രൂഷ്യൽ മൊമെന്റ്സിലായാലും, എത്ര തോറ്റിട്ട് ടൂർണമെന്റ് പുറത്തായാലും, ഹി വിൽ ഓൾവേസ് ടേക്ക് ദ ബ്ലെയിം. ആള് നെഞ്ഞും വിരിച്ചത് നേരിട്ട് നിൽക്കും. അല്ലാതെ കരഞ്ഞ് തലയും താഴ്ത്തിയിട്ട് നേരെ പോയിട്ട് ഞാൻ വിരമിക്കുന്നു, ഐ കാൻ ടേക്ക് ദ ബ്ലെയിം, അങ്ങനെ പറഞ്ഞിട്ട് അണ്ണൻ പോയിട്ടില്ല. പിന്നീട് എല്ലാ പ്രശ്നവും കഴിഞ്ഞപ്പോ ഞാൻ വിരമിക്കലും മാറ്റിക്കൊണ്ട് തിരിച്ചു വരുന്നു. എന്തോന്നിത്? അണ്ണൻ അത് ചെയ്തിട്ടില്ല. അണ്ണൻ നെഞ്ചും വിരിച്ച് എല്ലാത്തിനും നേരിട്ടുണ്ട്, എല്ലാ ക്രിറ്റിസിസത്തിനും. പിന്നെ റൊണാൾഡോനെ പറ്റി എന്ത് എഴുതിയാലും കാണാൻ 10 ആൾക്കാരുണ്ട്, 100 ആൾക്കാരുണ്ട് പറഞ്ഞിട്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, കോടിക്കണക്കിന് ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് എന്നും അങ്ങേരെ പറ്റി എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഉണ്ടാവും. എന്നിട്ടും ആ മനുഷ്യൻ തളർന്നോ? റൊണാൾഡോ. സോ യു കാൻ ബ്ലെയിം ഫോർ ഓൾ ദീസ്. പെനാൾട്ടി അടിച്ചു, പെട്ടിക്കടയാണ്, മുറുക്കാൻ കടയാണ്, അങ്ങനെ തിരിച്ചു ചോദിക്കുമ്പോൾ അതിനൊക്കെ ആൻസറും വേണം. സോ എനിവേസ് ഐ എം ഓൾവേസ് ഗോയിങ് വിത്ത് പോർച്ചുഗൽ. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നോമിന് പോർച്ചുഗൽ. ഈ മറ്റേ പോർച്ചുഗൽ ഫാൻസ് പറയുന്ന സാധനം RCBയുടെ ഫാൻസ് പോലെയാണ്. ദേ വെരി ലോയൽ ആൻഡ് ഐ എം എ ലോയൽ ഫാൻ ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ. സോ നമുക്ക് നോക്കാം. നാളെ ആദ്യത്തെ കളി മെക്സിക്കോ വേഴ്സസ് എനിക്ക് സൗത്ത് ആഫ്രിക്കയാണ്. വൻ കളിയൊന്നും അല്ല. നാളെ 2 കളിയുണ്ട്. സൗത്ത് കൊറിയയുടെ ഒരു കളിയും കൂടി ഉണ്ട്. ലെറ്റ്സ് സീ.